എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന് സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശബ്ദങ്ങൾ നമ്മൾ ഒരു സംഗീതം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിലാക്സ് ചെയ്യും. കാരണം ഇന്നത്തെ ലൈഫിൽ എല്ലാവരും വളരെ ടെൻഷൻ, സ്ട്രെയിൻ, ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ശബ്ദതരങ്ങളിൽ പ്രത്യേക ഫ്രീക്വൻസിയിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു നമ്മളിലേക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിന് മുമ്പ് ചെറുതായിട്ട് നമ്മൾ സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യും. ഇതിന് മുന്നേ ജസ്റ്റ് എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. കാരണം നമ്മളുടെ എപ്പോഴും സ്പൈനൽ കോഡിലൂടെയാണ് എനർജി എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ ചില എനർജി പോയിന്റുകൾ ഈ ശബ്ദതരംഗങ്ങൾ നമ്മൾക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ പോർഷനും, അതായത് കാലിൻ്റെ താഴെ മുതൽ മുട്ട് വരെയുള്ള ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്യണം. അത് യൂസ് ചെയ്യണം. വലത് സൈഡ് മുട്ട് മുതൽ തുട വരെ ടൈറ്റ് ചെയ്യണം, യൂസ് ചെയ്യണം. അത് മൈൻഡ് അവിടെ എത്തിയാൽ മതി. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് ആ പോർഷൻ കൈയുടെ ഇവിടെ നിന്ന് ഈ പോർഷൻ ടൈറ്റ്. ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് കാലിൻ്റെ മുട്ട് വരെ, മുട്ട് മുതൽ ഹാഫ് വരെ, ശേഷം ഷോൾഡർ വരെ കൈയിടിക്കണം. ഞാൻ ഓരോ സൈഡ് പറയാം. പറയുന്ന സമയത്ത് ആ സ്ഥലം ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. കാരണം നമ്മളൊരു റിലാക്സേഷൻ മെത്തേഡാണ്. നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർ ഇവിടെ ഇരിക്കും, പല ചിന്തകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ റിലാക്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. മുട്ടു മുതൽ അരക്കെട്ട് വരെയുള്ള എന്നിട്ട് യൂസ് ചെയ്യും. ശരീരത്തിൻ്റെ വലത് ഭാഗം ഷോൾഡർ വരെ ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. വലത് കൈയിൽ ഷോൾഡർ മുതൽ കൈമുട്ട് വരെ ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. കഴുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യണം, യൂസ് ചെയ്യണം. ഇടതുകാലിൻ്റെ പാദം മുതൽ മുട്ട് വരെയുള്ള ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. ഇടത് ഭാഗം ഷോൾഡർ വരെ ശരീരം ഒന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. ഇടത് കൈയുടെ കൈമുട്ട് വരെയുള്ള ഭാഗം, ഷോൾഡർ മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗം.
റിലാക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നമ്മുടെ ബോഡിക്ക് എന്തുണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്കുണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചേനെ. കാല് ടൈറ്റ് ചെയ്തു, ഓരോ പാർട്സുകളൊക്കെ ടൈറ്റ് ചെയ്തു, അതിനുശേഷം ഇരുന്നിട്ട് സുഖമായിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് എന്ത് ഫീൽ ഉണ്ടാവും എന്ന് നമുക്കൊരു മുൻകരുതലുണ്ടെങ്കിൽ അതിന് നമുക്ക് ബോധനായേനെ. അത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്തു, അതിൻ്റെ റിലാക്സ് ചെയ്ത ശേഷം നമ്മുടെ ബോഡിക്ക് എന്ത് എഫക്റ്റാണ് ഉണ്ടാവുക എന്ന് ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിൽ കിട്ടുകയായിരുന്നെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുമായിരുന്നു. മ്യൂസിക് കേട്ടപ്പോൾ അമ്പലത്തിൽ പോയൊരു പ്രകൃതി ഇതായിരുന്നു. അതുപോലെ അരുവി വെള്ളം ഇടുന്നൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. നമുക്ക് പ്രകൃതിയുമായിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അനുഭവപ്പെട്ടത്. വീട് പുതുശ്ശേരിയാണ്. ഇപ്പോൾ സംഗതി മെഡിറ്റേഷനാണ്. അദ്ദേഹം കൈ കാല് ഓരോ കൈ ഓരോ വലതുവശം ഇടതുവശം, അതേപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം, ബോഡി, ഇത് മുഴുവനും ഒരു ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ചെയ്തത്. പിന്നെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഉറങ്ങിപ്പോയി എന്നുള്ളത് പിന്നെ ഇല്ല, ഉറങ്ങാതിരുന്നിട്ടുള്ളവരുണ്ട്. കാരണം പിന്നെ നട്ടെല്ല് നിവർത്തിയിരിക്കുക. നട്ടെല്ല് നിവർത്തിയിരുന്നിട്ട് കൈകാലികളല്ലാതെ തന്നെ, അത് ഒരാൾക്ക് എന്നുള്ളതല്ല, അത് ഈ പലരും പറഞ്ഞതുപോലെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഇത് വേറൊരു പിന്നെ രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കുള്ളതാണ് ഒന്നും തോന്നാൻ പാടില്ല. കൈകാലികളൊക്കെ നിവർത്തിയിരുന്ന് ഒരു യോഗാസന നിലയിൽ നട്ടെല്ല് നിവർത്തിയിരുന്ന് കയ്യും കാലൊക്കെ നിരത്തിയിരുന്നുകൊണ്ട് ഈ ആ ഒരു പാത്രത്തിലൊന്ന് അടിച്ചത് ആ ശബ്ദം ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അത് നാദബ്രഹ്മമാണ്, ഓംകാരമാണ്. അദ്ദേഹം കുറയിൽ വാദിച്ചത് ശരിക്കും പറയുന്നത് ശങ്കാണ്. ഇതിലെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. നമ്മളും അതിനടങ്ങിയിട്ടുള്ളവരാണ്. നമ്മുടെ എല്ലാ ജീവരാശികളും അതിനടങ്ങിയിട്ടുള്ളവരാണ്.
അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള സമാധാനം അല്ലെങ്കിൽ ആ ഉറങ്ങാനുള്ള ഒരു ഉപാധി നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധാരണ ചെയ്യാം. എല്ലാ മനുഷ്യന്മാർക്കും ചെയ്യാം. അതിന് അമ്പലം വേണ്ട, പള്ളി വേണ്ട, മറ്റൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കുളി കഴിയുക ഒന്നില്ല രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 15 മിനിറ്റ് 10 സമയം എടുത്തിട്ടുണ്ട്, ഒരു 25 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. ദിവസം ചെയ്യാം. മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തുക. പിന്നെ പ്രാണായാമമാണ് അദ്ദേഹം 3 പ്രാവശ്യം ശ്വാസം എടുത്ത് നിൽക്കാൻ പറയും. മുകളിലേക്ക് ധാരാളം എടുക്കുക, കുറച്ച് നേരം പറ്റാവുന്ന സെക്കൻഡാണ് നോക്കുക, അവിടെ ചോട്ടിൽ പിടിക്കുകയും അങ്ങനെ ഒരു 3 പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം നമ്മുടെ കഴിവിനനുസരിച്ച്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എല്ലാവർക്കും ചെയ്താൽ നന്നായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് നന്ദിയുണ്ട്. രീതികൾ കൊണ്ട് സംഗീതം കൊണ്ട് മനസ്സിൻ്റെ ഓരോ മൈൻഡിൻ്റെ പീസ്ഫുൾ റിലാക്സേഷൻ ഉറങ്ങിയില്ലെങ്കിൽ അവരിതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് മൈൻഡിൻ്റെ കോൺസെൻട്രേഷൻ അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ മൈൻഡിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ വരുത്താനുള്ളൊരു സംഗതിയാണ്. അത് വല്ലാത്തത് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പല പ്രാവശ്യം ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ വരുന്നു. ഉറങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡിൻ്റെ ഒരു ഏകാഗ്രത കൊണ്ട് ബോഡിയിൽ പല കോശങ്ങളിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ഇതൊരു സൗണ്ട് തെറാപ്പി ഉണ്ട്, ഹീലിംഗ് തെറാപ്പി ഉണ്ട്. അസുഖങ്ങൾ വരെ ക്യാൻസർ വരെ മാറുന്ന ഒരു സാധ്യത ഈ സംഗീത ലോകത്തുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളൊരു കാരണമുണ്ട്. നമുക്കത് തിരിച്ചറിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് സർക്കസുകാരൻ ഒരു വളയത്തിലൂടെ ചാടില്ല. അത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളെ മുനിമാരും ഋഷിമാരും ഒക്കെ ചെയ്തത് നമ്മുടെ കാന്തശക്തിയെ വർദ്ധിപ്പിച്ച് മൈൻഡിൻ്റെ ഏകാഗ്രത കൊണ്ടുവന്നു ബോഡിയിലെ അസുഖങ്ങൾ വരെ മാറ്റാനുള്ളൊരു തെറാപ്പിയാണ്. അപ്പോൾ ഇത് രാത്രി നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് പിടിച്ചെടുത്ത് കുട്ടികളെ അടക്കി നിർത്തുന്ന പോലെ, ചെറിയ കുട്ടികളെ അടക്കി നിർത്തുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് തോട്ട് തന്നെ ബോഡിയിലെ ചില ഭാഗങ്ങളിലേക്ക് ആവാഹിച്ച് അതിനുശേഷം മൈൻഡും ശരീരവും മനസ്സും ഒരേ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ റിലാക്സിങ് വിഷാംശങ്ങളെ കുറേയൊക്കെ പുറത്തിറക്കും, റിലാക്സേഷൻ കിട്ടും. ലീവാണ് ബോഡിയും മൈൻഡും എന്നുള്ളതാണ്. അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി. യോഗയിലൊക്കെ മെഡിറ്റേഷൻസ് നമ്മുടെ കായികപരമായ അധ്വാനങ്ങളിൽ അവസാനം മെഡിറ്റേഷനിലേക്ക് എത്തുമ്പോൾ അൾട്ടിമേറ്റ് സാച്ചുറേഷൻ നമ്മുടെ പരമാനന്ദത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണിത്. അപ്പോൾ സജീവനെ എനിക്ക് നമുക്കറിയാം, നമ്മുടെ ഒരു വലിയ മ്യൂസിക്കിൻ്റെ തെറാപ്പിയോ അല്ലെങ്കിൽ ശബ്ദ തെറാപ്പിയോ എന്ന് പറയും പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരൻ ഇങ്ങനെ കൊമേഴ്ഷ്യൽ വണ്ടിയുടെ ഒച്ച അല്ലെങ്കിൽ ആ ബഹളം ഈ ബഹളം അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാൻ പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ അത് ഗ്രാജുവലി ചെയ്തു വന്നാൽ ഏതൊരാൾക്കും മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും കീഴടക്കാം. മൈൻഡിൻ്റെ ശക്തി കൂട്ടാനുള്ള ഒരു സൊല്യൂഷനാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മൂമെൻറ്റ്സുകളൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ഫോക്കസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ എല്ലാം ഉണ്ടെന്നുള്ളൊരു ജ്ഞാനം നമുക്കുണ്ടാവും. അപ്പോൾ താങ്ക്സ്. ശരിയോ, പിന്നെ എല്ലാവരും ഇവിടെ സഹകരിച്ചു. ഇത് ഈ ഒരു ഏജിൽ കഴിയുമ്പോൾ മൈൻഡിൻ്റെ പീസ്ഫുൾ എസെൻഷ്യലാണ്. ഇന്ന് പ്രശ്നത്തിനെ അതിജീവിക്കാൻ മൈൻഡിൻ്റെ പീസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണിത്. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് എല്ലാവർക്കും ഒരു വിശിഷ്യ സജീവനും ഒരു നല്ല താങ്ക്സ്. ഇനിയും ഇത്തരത്തിലുള്ള അഡ്വാൻസ് സ്റ്റേജുകൾ പഠിക്കാൻ സമയമെടുക്കും. ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല, ടൈം എടുത്ത് പഠിച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിക്കും മനസ്സിനും ഈ പ്രപഞ്ചത്തിന് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വളരെ കാമാവും. അപ്പോൾ ഉറങ്ങും. അതായത് ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും ഉറങ്ങും, ആൾക്ക് ഉറങ്ങാൻ തന്നെ. അപ്പോൾ നമ്മുടെ മൈൻഡ് കാമായെന്നുള്ളതാണ്. ഉറക്കം തെറ്റല്ല, ഉറങ്ങാൻ പറ്റുന്നതാണ്. ഉറങ്ങാൻ വേണ്ടി ആൾക്കാർ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഉറക്കം നല്ലതാണ്. പിന്നെ സാർ ചോദിച്ചൊരു കാര്യം, നമുക്ക് ഉറക്കമില്ല. ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉറക്കം കുറവായിരിക്കും. ആ സമയം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ബോഡി കംപ്ലീറ്റ് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മൈൻഡ് പെട്ടെന്ന് റിലാക്സ്. പ്രശ്നങ്ങളെ പല
മോട്ടിവേഷൻ്റെ റിവേഴ്സ് എണ്ണാൻ പറയും, 100 മുതൽ 1 എണ്ണാൻ പറയും. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും നമ്മുടെ മൈൻഡ് ശരീരത്തിൽ